ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കാണാം, അവൾ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകി. അപ്പോൾ ഇവിടെ അവൾ എന്ന് വെച്ചാൽ എന്താ? ഷീ. ചോദ്യത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ക്വസ്റ്റ്യൻ. കൃത്യമായുടെ ഇംഗ്ലീഷ് വേർഡ് ആക്യുറേറ്റ്. ഉത്തരം എന്ന് വെച്ചാൽ എന്താ? ക്വസ്റ്റ്യൻ. നൽകി. അപ്പോൾ അവൾ ചോദ്യത്തിന് ഉത്തരം നൽകി, അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നൽകി, നൽകുക, അതിനൊക്കെ നമ്മൾ ഗീവ് എന്ന് പറയും. അപ്പം നൽകി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഗേവ് എന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഇത് എഴുതണ്ടേന്ന് നമുക്ക് നോക്കാം. അവൾ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകി. ഷീ ഗേവ് ആൻ accurate. കൃത്യമായ ആക്യുറേറ്റ്. ഷീ ഗേവ് ആൻ ആക്യുറേറ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയണേ, അവൾ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകി. ഷീ ഗേവ് ആൻ ആക്യുറേറ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ് നിങ്ങൾക്ക് കാണാം, ധൈര്യശാലിയായ സൈനികൻ തൻ്റെ രാജ്യത്തിനായി പോരാടി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ധൈര്യശാലിയായ എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് വേർഡ് വേണേ? ധൈര്യശാലിയായ ബ്രേവ്. മറക്കരുത്, ധൈര്യശാലിയായ ബ്രേവ്. സൈനികൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സോൾജിയർ. സൈനികൻ എന്ന് വെച്ചാൽ സോൾജിയർ. തൻ്റെ രാജ്യത്തിനായി, രാജ്യം എന്ന് വെച്ചാൽ എന്താ? കൺട്രി. പോരാടുക എന്ന് പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യുക. അപ്പോൾ ധൈര്യശാലിയായ സൈനികൻ തൻ്റെ രാജ്യത്തിനായി പോരാടി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം ഇത് പ്രസൻറ്റ് ടെൻസ് അല്ല, പോരാടി, കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പോരാടി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈറ്റ് എന്നല്ലേ പറഞ്ഞു. അപ്പോൾ അതിനെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കി. ഫൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഫോൺ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എഴുതാൻ നോക്കാം. ധൈര്യശാലിയായ സൈനികൻ തൻ്റെ രാജ്യത്തിനായി പോരാടി. The brave soldier fought. ഫൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫോർട്ട്, കേട്ടോ. അപ്പോൾ പോരാടി പാസ്റ്റ് ടെൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഫോർട്ട് എന്ന് എഴുതിയത്. ബ്രേവ് സോൾജിയർ ഫോർട്ട് ഫോർ ഹിസ് കൺട്രി. അപ്പോൾ ഇങ്ങനെ ധൈര്യശാലിയായ സൈനികൻ തൻ്റെ രാജ്യത്തിനായി പോരാടി. ദ ബ്രേവ് സോൾജിയർ ഫോർട്ട് ഫോർ ഹിസ് കൺട്രി. ഇതാണ് സെക്കൻഡ് പോയിന്റ്. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, ധൈര്യശാലിയായ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ബ്രേവ്, സൈനികൻ എന്ന് വെച്ചാൽ സോൾജിയർ, രാജ്യം കൺട്രി, പോരാടുക, ഫൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത് സെക്കൻഡ് പോയിൻ്റാണ്. തേർഡ് പോയിന്റ് നമുക്ക് പഠിക്കാം. അപ്പോൾ തേർഡ് പോയിന്റ് എന്താ? അവൻ സത്യസന്ധനായ ആളാണ്. അവൻ എന്ന് വെച്ചാൽ എന്താ? ഹീ. സത്യസന്ധൻ, ഓണസ്റ്റ്. ആള് മാൻ. അവൻ സത്യസന്ധനായ ആളാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ. അപ്പം ഇവിടെ അവൻ സത്യസന്ധനായ ആളാണ്. ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ. ഇവിടെ സത്യം പറഞ്ഞാൽ എച്ച് സൈലൻ്റ് ആണ്. ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ നമ്മൾ പറയില്ല. ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ. അപ്പോൾ ഇവിടെ എച്ച് സൈലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആൻ വന്നത്. സാധാരണ നമ്മൾ പഠിച്ചിട്ടില്ലേ വവൽസ് എന്ന് വെച്ചാൽ എന്താ? എ ഇ ഐ ഒ യു. അപ്പം ഇപ്പം ആനിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എയുടെ മുമ്പിൽ ഇവിടെ എ വെച്ചിട്ടായിരിക്കും. ഇപ്പം എച്ചിന് പകരം എ വെച്ചിട്ടുള്ളൊരു വേർഡാണ് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇ വെച്ചിട്ടോ എ ഇ ഐ ഒ യു ഐ വെച്ചിട്ടോ യു വെച്ചിട്ടോ ആണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ആൻ വരും. അപ്പം ഇവിടെ ആൻ വരാൻ കാരണം എന്താ? ഇത് ഞാൻ ഷോർട്ടായിട്ട് ജസ്റ്റ് പറഞ്ഞു തരും. ഇവിടെ ആൻ വരാൻ കാരണം ഇവിടെ എ ഇ ഐ ഒ യു ഒന്നുമല്ല, ഇവിടെ എച്ച് ആണ് ഉള്ളത്. എന്നിട്ട് ഇവിടെ ആൻ എഴുതാൻ കാരണം എന്താ? ഇവിടെ നമ്മൾ ഈ ഓണസ്റ്റ് നമ്മൾ എച്ച് സൈലൻ്റ് ആക്കിയിട്ടാണ് പറയണത്. ഹി ഈസ് ആൻ ഓണസ്റ്റ് മാൻ. അപ്പം അവിടെ എച്ച് സൈലൻ്റ് ആണ്. അപ്പം അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഓയാണ് വരുന്നത്. ഓയുടെ
ഈ പ്രൊനൗൺസ് ചെയ്യുന്ന ഓ വെച്ച് പോലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആൻ നമ്മൾ യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മളിവിടെ ആൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം എച്ച് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വവൽസ് എ ഇ ഐ ഒ യു എവിടേക്കാണ് ചേർക്കേണ്ടത്, എവിടേക്കാണ് എ ഇ ഐ ഒ യു വെച്ചുള്ള വേർഡ് വരുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ആൻ ചേർക്കണം, അല്ലാത്തടത്തെല്ലാം എ ചേർക്കണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻ വന്നത്, ഇവിടെ ഇത് ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ, അവിടെ എച്ച് സൈലൻ്റ് ആണ്, ഹോണസ്റ്റ് എന്നല്ല, ഓണസ്റ്റ് മാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആൻ വന്നത്. അപ്പോൾ നമുക്ക് തേർഡ് പോയിന്റ് നോക്കാം. തേർഡ് പോയിന്റ് എന്ന് വെച്ചാൽ അവൻ സത്യസന്ധനായ ആളാണ്, ഹീ ഈസ് ആൻ ഓണസ്റ്റ് മാൻ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ ഫോർത്ത് പോയിന്റ്, പരിശീലനം നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തും. അപ്പോൾ ഇവിടെ പരിശീലനം, അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? പ്രാക്ടീസ്. പരിശീലിക്കുക, പ്രാക്ടീസ്. അപ്പോൾ നിങ്ങളുടെ കഴിവുകളുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? കഴിവുകൾ എന്ന് വെച്ചാൽ സ്കിൽസ്. കഴിവുകൾ, സ്കിൽസ്. മെച്ചപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. മെച്ചപ്പെടുത്തുക, ഇംപ്രൂവ്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് നോക്കാം. പരിശീലനം നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തും. അപ്പോൾ എങ്ങനെ ഇത് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. പ്രാക്ടീസ്, പരിശീലനം, പ്രാക്ടീസ്. അപ്പോൾ ഈ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പരിശീലനം നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തും. അപ്പോൾ ഏതൊരു സെൻറ്റൻസാണ്? ഇത് പ്രസൻറ്റ് ടെൻസും അല്ല, പാസ്റ്റ് ടെൻസും അല്ല, ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്. പരിശീലനം നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തും, ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ നമ്മളെന്താ എഴുതിയ? പ്രാക്ടീസ്. പരിശീലനത്തിന് പ്രാക്ടീസ് എന്ന് എഴുതി. പിന്നെന്താ? വിൽ. കാര്യം ഇത് ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് ഇവിടെ വില്ല് വന്നു, മെച്ചപ്പെടുത്തും. പ്രാക്ടീസ് വിൽ ഇംപ്രൂവ്. Practice will improve your skills. അപ്പോൾ എന്താ ഇത്? ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ പരിശീലനം നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തും. പ്രാക്ടീസ് വിൽ ഇംപ്രൂവ് യുവർ സ്കിൽസ്. അപ്പോൾ നമുക്കിനി ഫിഫ്ത്ത് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഫിഫ്ത്ത് പോയിന്റ് എന്താ? നമുക്ക് നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കണം. അപ്പോൾ ഇവിടെ നമുക്കെന്ന് വെച്ചാൽ എന്താ? നമ്മൾ വി. നമ്മുടെ എന്ന് വെച്ചാൽ എന്താ? അവർ. നമുക്ക്, നമ്മുടെ. ഇപ്പം നമുക്കെന്ന് വെച്ചാൽ വി, നമ്മുടെ എന്ന് പറഞ്ഞാൽ അവേഴ്സ്. അധ്യാപകരുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? അധ്യാപകരുടെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ടീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ടോട്ടലി നമ്മൾ അധ്യാപകരെ ടീച്ചേഴ്സ് എന്ന് പറയാം. ബഹുമാനിക്കയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? റെസ്പെക്റ്റ്. അപ്പം നമുക്ക് നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതുന്നതെന്ന് നോക്കാം. we should respect our teachers. നമുക്ക് നമ്മുടെ അധ്യാപകരെ ബഹുമാനിക്കണം. We should respect our teachers. നമുക്ക് സിക്സ്ത് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ്. അപ്പോൾ സിക്സ്ത് പോയിന്റ് എന്താ? അവൾക്ക് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവിടെ എഴുതേണ്ട അവൾക്കെന്ന് വെച്ചാൽ എന്താ? ഷീ. ഡിഫിക്കൽട്ട്. ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. പ്രശ്നങ്ങൾ എന്ന് കഴിഞ്ഞാൽ എന്താ? പ്രോബ്ലംസ്. പരിഹരിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞാൽ സോൾവ്. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ, സോൾവ് ദ പ്രോബ്ലംസ്, അങ്ങനെ സോൾവ്. പരിഹരിക്കുക, സോൾവ്. കഴിവിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? കഴിവെന്ന് വെച്ചാൽ എബിലിറ്റി അല്ലെങ്കിൽ ടാലൻറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് എഴുതാമെന്ന് നോക്കാം. She has the ability to solve difficult problems.
അപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവുണ്ട്. ഷീ ഹാസ് ദ എബിലിറ്റി ടു സോൾവ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എഴുതാം. അപ്പോൾ 7th പോയിന്റ് എന്താ? വ്യായാമത്തിന് ആരോഗ്യപരമായ നിരവധി പ്രയോജനങ്ങൾ ഉണ്ട്. ഇപ്പോൾ വ്യായാമം എന്ന ഇംഗ്ലീഷ് വേർഡ് എന്താ? വ്യായാമത്തിൻ്റെ എക്സസൈസ്. ആരോഗ്യത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഹെൽത്ത്. നിരവധി, കുറേ, അതിന് ഇംഗ്ലീഷ് വേർഡ് എന്ന് വെച്ചാൽ മെനി. പ്രയോജനങ്ങൾ എന്ന് പറയുമ്പം അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞു പ്രയോജനത്തിന് നമ്മൾ യൂസസ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് എന്ന് പറയാൻ പറ്റും. ഇതൊക്കെയാണ് പ്രയോജനത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സ്. അപ്പം വ്യായാമത്തിന് ആരോഗ്യപരമായ നിരവധി പ്രയോജനങ്ങളുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. Exercise has many health benefits. Exercise has many health benefits. അപ്പം വ്യായാമത്തിന് ആരോഗ്യപരമായ നിരവധി പ്രയോജനങ്ങളുണ്ട്. എക്സസൈസ് ഹാസ് മെനി ഹെൽത്ത് ബെനിഫിറ്റ്സ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ആത്മവിശ്വാസം ജീവിതത്തിൽ നിങ്ങളെ വിജയിക്കാൻ സഹായിക്കുന്നു. ഇത് നിങ്ങളെയാണ് കേട്ടോ. അപ്പോൾ ആത്മവിശ്വാസം ജീവിതത്തിൽ നിങ്ങളെ വിജയിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ ആത്മവിശ്വാസത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? കോൺഫിഡൻസ്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്. ജീവിതത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ലൈഫ്. നിങ്ങളെ, നിങ്ങളെന്ന് വെച്ചാൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സക്സീഡ്. സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്. അപ്പോൾ ഈ വേർഡ്സ് എല്ലാം വെച്ച് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. ആത്മവിശ്വാസം ജീവിതത്തിൽ നിങ്ങളെ വിജയിക്കാൻ സഹായിക്കുന്നു. കോൺഫിഡൻസ് helps you succeed in life. Confidence helps you succeed in life. ആത്മവിശ്വാസം ജീവിതത്തിൽ നിങ്ങളെ വിജയിക്കാൻ സഹായിക്കുന്നു. കോൺഫിഡൻസ് ഹെൽപ്സ് യു സക്സീഡ് ഇൻ ലൈഫ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? വിജയം കഠിന പരിശ്രമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ വിജയത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സക്സസ്. കഠിനമായ എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ്. പരിശ്രമത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എഫോർട്ട്. നിന്നാണ് വരുന്നത്. വിജയം കഠിന പരിശ്രമം എന്ന് പറഞ്ഞാൽ ഹാർഡ് എഫോർട്ട്. കഠിന പരിശ്രമത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ കം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സക്സസ് comes from hard effort. Success comes from hard effort. ഇവിടെ സക്സസിൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. SUCCESS. അപ്പം സക്സസ് കംസ് ഫ്രം ഹാർഡ് എഫോർട്ട്. വിജയം കഠിന പരിശ്രമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? എല്ലാവർക്കും സ്വാതന്ത്ര്യം അർഹമാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് എന്താ? എവ്രി വൺ. സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വേർഡ് ഫ്രീഡം. അർഹിക്കുന്ന ഇംഗ്ലീഷ് വേർഡ് ഡിസേർവ്സ്. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യം അർഹമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. everyone deserves freedom.
അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യം അർഹമാണ്. എവ്രി വൺ ഡിസേർവ്സ് ഫ്രീഡം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.